സ്റ്റാർട്ട് ചെയ്യാം. നഷ്വ, ഹലോ നഷ്വ, എന്തൊക്കെയാ സ്ഥിതി? കഴിഞ്ഞ എക്സാമുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് പ്രിപ്പറേഷൻ എവിടെ എത്തി? പറയൂ നഷ്വ. നഷ്വടാ ചോദിക്കുന്നത്. നല്ലതായിരുന്നു. ഓക്കെ. ഫിസിക്സിന്റെ പ്രിപ്പറേഷൻ എവിടെ എത്തി? 4 മീനാക്ഷി, ഹലോ സാർ. എന്തൊക്കെയാണ് സ്ഥിതികൾ? പറയൂ. എക്സാം ഒക്കെ കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി പാടായിരുന്നു. ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടോ കെമിസ്ട്രി? ഇല്ല എല്ലാം എഴുതിയിട്ടുണ്ട്. ഫിസിക്സ് എത്ര ചാപ്റ്റേഴ്സ് എത്തി പ്രിപ്പയർ ചെയ്തിട്ട്? 7 ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് 7 അല്ല, ലാസ്റ്റ് തൊട്ട് അങ്ങനെ ചെയ്തത്. ഓക്കെ. നിരഞ്ജന. യെസ്, പറയൂ. എന്തൊക്കെയാണ് സ്ഥിതി? കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ മാത്സിന് എനിക്ക് സമയം കിട്ടിയില്ല സാർ. ഞാൻ ആദ്യം ചോയ്സ് ഒക്കെ എന്തൊക്കെയാ എഴുതാനിരുന്നിട്ട് ലാസ്റ്റ് സമയം കിട്ടിയില്ല. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും വിട്ടുപോയോ? മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് അല്ല, ഒരു 4 മാർക്കിന്റെ ചെയ്യാനുള്ള ഉണ്ടായിരുന്നു. അതിൽ ഏതോ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കി എഴുതിയിട്ടൊക്കെ ഉണ്ട്. കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് പ്രിപ്പറേഷൻ എവിടെ എത്തി? ഫിസിക്സ് ഫസ്റ്റ് 4 ചാപ്റ്ററും കഴിഞ്ഞു. പിന്നെ ലാസ്റ്റത്തെ 2-3 എണ്ണം കഴിഞ്ഞു. ഡ്യുവൽ നേച്ചർ, ആറ്റം, ന്യൂക്ലിയർ, അതൊക്കെ ആ ഭാഗമൊക്കെ. ഗായത്രി, പറയൂ. കെമിസ്ട്രി കുറച്ച് ടഫായി തോന്നി. ബാക്കിയെല്ലാം ഈസി ആയിരുന്നു. പിന്നെ മാത്സ് ഇക്വേഷൻസ് ഒക്കെ ആ ടൈമിൽ ചിലതൊക്കെ മറന്നുപോയി. അങ്ങനെ കുറച്ച് ടൈം. ബാക്കി കുഴപ്പമുണ്ടായി. ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞോ? 5 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. പിന്നെ റേ ഓപ്റ്റിക്സ് ഒക്കെ നോക്കി. പിന്നെ ഡെറിവേഷൻസ് ഒന്നും കൂടെ. ശരി. ഓക്കെ. ആദിത്യ, പറയൂ. കുഴപ്പമില്ലായിരുന്നു. എക്സാം ഒന്നും കെമിസ്ട്രി കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എല്ലാം എഴുതിയുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് നോക്കിക്കൊണ്ടിരിക്കുക. ഫിസിക്സ് ഒട്ടും പഠിച്ചില്ലേ? ഫിസിക്സ് റിവൈസ് ചെയ്തിരുന്നു. ഇന്നലെ മുതൽ ഇംഗ്ലീഷ് തുടങ്ങി. ശരി. ഓക്കെ, ആയിക്കോട്ടെ. മരിയ, സർ, പറയൂ. കെമിസ്ട്രി കുറച്ച് ടഫായിരുന്നു. ബാക്കി കെമിസ്ട്രിയാണ് എല്ലാരെയും ബുദ്ധിമുട്ടിച്ച കെമിസ്ട്രി തന്നെ അല്ലേ? മാത്സ് പിന്നെ ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോഴേക്കും എന്തൊക്കെയോ തെറ്റ് വരുത്തി സ്റ്റെപ്പ് പ്രോബ്ലത്തിലൊക്കെ. ആണോ? കുഴപ്പമില്ല. എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഫഹീമ, എങ്ങനെ ഉണ്ടായിരുന്നു? കെമിസ്ട്രി കുറച്ചൊക്കെ ടഫ്. ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാ നീ? ഫിസിക്സ് കുറച്ചെത്തി. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ ഇനി ഫിസിക്സിന്റെ കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യാം. അപ്പോ നിങ്ങൾ ഇനി അടുത്ത ക്ലാസ്സുകൾ മുതൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ റിവിഷൻ എന്ന് പറയുമ്പോൾ മുഴുവൻ നിങ്ങൾക്കറിയാലോ, എല്ലാ തിയറിയും A to Z വീണ്ടും പറയുന്നതിനേക്കാളും എഫക്റ്റീവ് ആവുക നമ്മൾ പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്കുള്ള പരമാവധി ഡൗട്ടുകൾ, നിങ്ങൾക്ക് നേരത്തെ കിട്ടാത്ത ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, അത് ലൈവില് നിങ്ങൾക്ക് ചോദിക്കാം. അതിനേക്കാളും കുറച്ചും കൂടെ നന്നാവും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കുറച്ച് നേരത്തെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചിട്ടാൽ നമുക്ക് സമയം ഒട്ടും കളയാതെ, നിങ്ങൾ ഇതിപ്പോ ചോദിച്ച് സമയം എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വരണം, എന്നിട്ട് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം, അപ്പൊ നമുക്ക് പിന്നെയും അവിടെ സമയം പോകും. ഇതിനേക്കാളും നല്ലത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നേരത്തെ അയച്ചിട്ടാൽ എനിക്ക് ആ ക്വസ്റ്റ്യൻ 1 by 1 ആയിട്ട് പറഞ്ഞ് നിങ്ങൾക്കെല്ലാം ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിന് നമ്മളൊരു തിയറി റിവിഷൻ നടത്തുകയാണ്. മെയിൻ പോയിന്റുകളും
ഡെറിവേഷൻ വരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഡൗട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ അപ്പൊ തന്നെ മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം കേട്ടോ. ആരും മടിക്കരുത്. കാരണം നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ആക്ച്വലി ലൈവ് വെക്കുന്നത്. ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തതാണ്. അതൊക്കെ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അത് കാണാം. അതിനേക്കാളും അപ്പുറത്ത് നമുക്ക് തിയറിയിലൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസിലെ ഡൗട്ട് അതാണ് ആക്ച്വലി ഈ റിവിഷനിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിലുള്ള ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഇനിയും ക്ലാരിറ്റി കൂടുതൽ വേണ്ടത്, നിങ്ങൾക്ക് പ്രോബ്ലംസ് തെറ്റിപ്പോകുന്നത്, അത് നിങ്ങൾ ചോദിക്കണം. അപ്പൊ ഇന്നും നിങ്ങളത് ഇപ്പൊ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു തുടങ്ങാം. അതോടൊപ്പം ഞാൻ അതിന്റെ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് ഇങ്ങനെ പോവുകയും ചെയ്യാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ഒരു റിവിഷൻ എഫക്റ്റീവ് ആവുള്ളൂ എന്ന് നിങ്ങളും മനസ്സിലാക്കുക. റെഡി അല്ലേ? യെസ്, റെഡി. അപ്പൊ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. കുറച്ച് പേരേ ഉള്ളൂ, കുറെ പേരൊന്നും കാണുന്നില്ല ക്ലാസ്സിൽ, എന്താണെന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും റിവിഷൻ വേണം എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് റിവിഷൻ വേണം, ഞങ്ങൾ ക്ലാസ്സിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആവേശിക്കുകയാണ്. പക്ഷെ ക്ലാസ് വെക്കുമ്പോൾ പലരെയും കാണുന്നില്ല എന്നുള്ളതാണ് ഒരു രസം. എന്തോ ആവട്ടെ, എന്തായാലും പലരും പല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോ നമ്മൾ ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഇലക്ട്രിസിറ്റിയുടെ ആദ്യ ഭാഗങ്ങൾ. ഓക്കെ, വേഗം ഒന്ന് തീർന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞു പോവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഓരോ പോയിന്റും പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ വല്ല സംശയവും നേരത്തെ ചെയ്തപ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കാം. അപ്പൊ ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് ചാർജസ്, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. ഈ ചാർജുകൾ മേക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിരുന്നു ഇലക്ട്രിഫിക്കേഷൻ ബൈ ഫ്രിക്ഷൻ. എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡ് ആയിരിക്കും. ക്ലാസ്സിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ മെത്തേഡാണ് ന്യൂട്രൽ ബോഡികളെ റബ്ബ് ചെയ്യുക. അല്ലേ? ആരാ പറയാ? മീനാക്ഷി, എന്തായിരുന്നു ആ പോയിന്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഇലക്ട്രിഫിക്കേഷൻ ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്തായിരുന്നു? എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഇലക്ട്രിഫിക്കേഷൻ ബൈ ഫ്രിക്ഷൻ? മീനാക്ഷി, നശ്വ, ആർക്കും പറയാം. പേര് വിളിക്കുന്നതുകൊണ്ട് അവർ തന്നെ പറയണമെന്നൊന്നുമില്ല, ആർക്കും പറയാം. Electrons from one body transfer to the other body. എപ്പോഴാ അത് സംഭവിക്കുന്നേ? രണ്ട് ന്യൂട്രൽ ബോഡികൾ, അല്ലെ? രണ്ട് ന്യൂട്രൽ ബോഡികൾ, ബോഡി എ, ബോഡി ബി, രണ്ട് ന്യൂട്രൽ ബോഡികളാണ്. ന്യൂട്രൽ ബോഡികൾ എന്ന് പറയുമ്പോൾ അതിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ദേ ആർ സെയിം. Such type of bodies are called neutral bodies. This body may contain same number of electrons and protons, and for B also. Okay, അതിനെയാണ് നമ്മൾ ന്യൂട്രൽ ബോഡീസ് പറയാം. So when these bodies are rubbed each other, what happens? Some electrons are transferred from one body to the other body. അങ്ങനെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആവുന്നു. ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആകുമ്പോൾ naturally one body loses electrons and the other body gains electrons. അങ്ങനെ ഇലക്ട്രോൺസ് ലോസ് ആവുന്ന ബോഡി എന്തായിട്ടാ മാറുക? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എല്ലാവരും പറയും. ഇലക്ട്രോൺ ലോസ് ആവുന്ന ബോഡി പോസിറ്റീവ്, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന ബോഡി നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടാക്കാം. പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ നമുക്ക് ഈ ഇലക്ട്രോൺ പ്രോട്ടോണിന്റെ എണ്ണത്തെ ഇംബാലൻസ് ചെയ്തിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിഫിക്കേഷൻ ബൈ കണ്ടക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. ഇലക്ട്രിഫിക്കേഷൻ ബൈ കണ്ടക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രിഫിക്കേഷൻ ബൈ കണ്ടക്ഷൻ, ചാർജ് ഉള്ള ബോഡിയെ ചാർജ് ഇല്ലാത്ത ബോഡിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അതാണ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ. അതാ. അപ്പൊ ഒരു ചാർജ് ഇല്ലാത്ത ബോഡി, ന്യൂട്രൽ ബോഡി. ഓക്കെ, ഒരു ചാർജ് ഉള്ള ബോഡി, ഇതിന് ഒരു നെറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ദിസ് ബോഡി ഹാസ് എ നെറ്റ് പോസിറ്റീവ് ചാർജ്. ഈ ബോഡി എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ്, വിച്ച് മീൻസ് ദാറ്റ് ബോഡി കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പോഴാണല്ലോ ന്യൂട്രൽ ആവുക. അപ്പൊ ഒരു ചാർജ്ഡ് ബോഡിയും ഒരു ന്യൂട്രൽ ബോഡിയും then they are brought in contact. ഓക്കെ, അങ്ങനെ സംഭവിക്കുമ്പോൾ ആ ചാർജ് ഉള്ള ബോഡിയിൽ നിന്ന് ചാർജ് ഇല്ലാത്ത ബോഡിയിലേക്ക് ചാർജുകൾക്ക് ഒരു ഫ്ലോ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് ബോഡികളെ നമുക്ക് ചാർജ് ആക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ആഫ്റ്റർ കോണ്ടാക്ട്, ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, കോണ്ടാക്ട് ചെയ്തേ, ഓക്കെ, ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തു ഒരേ സൈസുള്ള ബോഡിയും കൂടി ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം.
അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ സെയിം സൈസ് ഉള്ള ബോഡിയാണ് പലപ്പോഴും എടുക്കുക. സെയിം സൈസ് അല്ലെങ്കിൽ പിന്നെ പൊട്ടൻഷ്യൽ ഒക്കെ വെച്ചിട്ടുള്ള വേറെ എക്സ്പ്ലനേഷൻ ആണ്, അതിലേക്കൊന്നും ഒരുപാട് പോവണ്ട. സെയിം സൈസുള്ള ബോഡിയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിക്ക് എത്ര ചാർജസ്, ഇതൊരു 10 കൂളംബ് ചാർജും ഇതൊരു 0 കൂളംബ് ചാർജുമായിരുന്നു ഇനീഷ്യലി. ഓക്കെ, ഇതിന് 10 കൂളംബ് ഉണ്ട്, മറ്റൊന്ന് 0 കൂളംബ് ഉണ്ട്, ചാർജ് ഇല്ലായിരുന്നു. ദെൻ ആഫ്റ്റർ കോണ്ടാക്ട് അവർ ചാർജ് അങ്ങ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് ചാർജിൽ കുറച്ച് അല്ലെങ്കിൽ പകുതി ഇതിന് കൊടുക്കും. അപ്പൊ ഇത് 5 കൂളംബും ഇത് 5 കൂളംബുമായിട്ട് മാറും. സിമ്പിൾ ഒരു വാല്യൂ വെച്ചിട്ട് ഞാൻ പറയാം. സെയിം സൈസുള്ള ബോഡി ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ബോഡികളെ കോണ്ടാക്ട് ചെയ്തിട്ട്, ആദ്യത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞത് ഫ്രിക്ഷൻ വഴി റബ്ബ് ചെയ്ത് ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് ചാർജുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ പറയുന്നത് ബോഡികളെ കോണ്ടാക്ട് ചെയ്ത്. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് മെത്തേഡിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഒരു ബോഡിക്ക് ഇനീഷ്യലി ചാർജ് ഉണ്ടാവണം. ഓക്കെ, റബ്ബിംഗ് പ്രോസസ്സിൽ അങ്ങനെയില്ല. റബ്ബിംഗ് പ്രോസസ്സിൽ 2 ബോഡീസും ഇനീഷ്യലി ന്യൂട്രൽ ആണ്. റബ്ബ് ചെയ്തപ്പോൾ രണ്ടാളും ചാർജ് ആവുകയാണ് ചെയ്തത്. ഓരോ മെത്തേഡിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. അതേസമയം ഈ ഒരു മെത്തേഡ് നമ്മൾ പറയുന്നത് ഒരു ബോഡി ചാർജഡ് ആണ്, സെക്കൻഡ് ബോഡി ന്യൂട്രലും ആണ്, എന്നിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിനാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഈ മെത്തേഡിന്റെ ചാർജിങ് മെത്തേഡിന്റെ പേരാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇനി മൂന്നാമത്തെ മെത്തേഡാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും അറിയാത്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ റഫായിട്ട് നോട്ട് ചെയ്ത് പോകും കേട്ടോ. നിങ്ങൾ നോട്ട് ഇങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വേണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ റഫായിട്ട് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, മറ്റൊരു മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ, ഇൻഡക്ഷൻ മെത്തേഡില് ബോഡികളെ പരസ്പരം കോണ്ടാക്ട് ചെയ്യില്ല, അവരെ ടച്ച് ചെയ്യില്ല, പകരം വളരെ ക്ലോസ് ആയിട്ട് അടുത്ത് വെക്കുകയും ഒരു ബോഡിയെ എർത്ത് ചെയ്യുകയും ചെയ്യും. ഞാൻ കാണിക്കാം. ഇവിടെ ഇപ്പോ ഇനീഷ്യലി ഒരു ചാർജ്ഡ് ബോഡി, ഓക്കെ, പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആണെന്ന് വിചാരിക്കാം. ദെൻ ഒരു ന്യൂട്രൽ ബോഡി. ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് ബോഡി കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. അപ്പൊ ഞാൻ തൽക്കാലം ഇതിൽ ഇപ്പോ ഇങ്ങനെ കുറച്ച് പോസിറ്റീവ് ഉണ്ട് കുറച്ച് നെഗറ്റീവ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ ഉണ്ട്, അപ്പൊ ന്യൂട്രൽ ആണ്. ഞാനൊരു 4 പ്ലസ് ഇട്ടിട്ടുണ്ട് 4 മൈനസ് ഇട്ടിട്ടുണ്ട്, ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇത് അതേസമയം ഇത് ടോട്ടലി പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡിയാണ്. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2-വിൽ ഈ 2 ബോഡികളെയും വളരെ ക്ലോസ് ആക്കിയിട്ട് വെക്കുക. ടച്ച് ചെയ്യണ്ട. ടച്ച് ചെയ്താൽ അത് കണ്ടക്ഷൻ ആയി പോകും. വളരെ ക്ലോസ് ആയിട്ട് പ്ലേസ് ചെയ്യാം, വളരെ ക്ലോസ്. അപ്പോ ഇതാണ് നമ്മുടെ ചാർജ്ഡ് ബോഡി. ഇതിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, ഈ ന്യൂട്രൽ ബോഡി ഇതിനെ വളരെ അടുത്ത് കൊണ്ടുവെക്കുന്നു. എന്താണ് സംഭവിക്കുക അങ്ങനെ വെച്ചാൽ? അങ്ങനെ വെക്കുമ്പോ ഈ പോസിറ്റീവ് ചാർജ് രണ്ടാമത്തെ ബോഡിയിലുള്ള ഓപ്പോസിറ്റ് ചാർജായ നെഗറ്റീവുകളെ അതിന്റെ സൈഡിലേക്ക് അട്രാക്ട് ചെയ്യും. വിനോ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജസ് ആർ അട്രാക്ട് അല്ലെ? അങ്ങനെ ഈ പോസിറ്റീവ് ഇതിൽ പല സ്ഥലത്തായിട്ടുള്ള നെഗറ്റീവിനെ ഈ സൈഡിലേക്ക് അട്രാക്ട് ചെയ്യും. അതേസമയം ഇതിലുള്ള പോസിറ്റീവിനെ ഈ പോസിറ്റീവ് മറ്റേ സൈഡിലേക്ക് റിപ്പലും ചെയ്യും. ഉണ്ടോ? ഇപ്പോഴും ഈ ബോഡി ന്യൂട്രൽ തന്നെയാണ്. ബട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇൻ ദ ഫസ്റ്റ് കേസ് these positive and negative charges are distributed randomly, but in this case you can see negative charges are arranged towards one direction and all the positive charges are arranged towards another direction due to the attraction and repulsion of this charged body. This positive charge attracts this negative and repels this positive. Okay, third step നമ്മൾ ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 3 ആണ്. സ്റ്റെപ്പ് നമ്പർ 3-ൽ ഈ ബോഡിയെ എർത്ത് ചെയ്യും. ഓക്കെ, എർത്ത് ചെയ്യും. എർത്ത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് ഈ ദൂരോട്ടേക്ക് റിപ്പൽ ചെയ്ത് മാറി നിൽക്കുന്ന ഈ ചാർജുകൾ ഉണ്ടല്ലോ, ആ ചാർജുകൾ എർത്തായി പോകും. ആ ചാർജുകളെ മുഴുവൻ എർത്ത് വലിച്ചെടുക്കും. അത് ഫ്രീ ആയിട്ട് ദൂരേക്ക് ലെസ് ബൗണ്ടഡ് ആയിട്ട് കിടക്കുന്ന ചാർജുകളാണ്. അതേസമയം ഈ നെഗറ്റീവ് ചാർജുകൾ ഇതിലേക്ക് കൂടുതൽ സ്ട്രോങ്ലി ബൗണ്ടഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ സ്ട്രോങ്ലി ബൗണ്ടഡ് നെഗറ്റീവുകൾ ഇവിടെ തന്നെ നിൽക്കും. വീക്ക്ലി ബൗണ്ടഡ് ആയിട്ടുള്ള പോസിറ്റീവ് ദൂരോട്ട് മാറി നിൽക്കുകയാണ്. അത് മുഴുവനും എർത്തായി പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എർത്തിങ് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക? എർത്തിങ് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ബോഡി ഇപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയുണ്ട്.
അതേസമയം ഈ ബോഡിയുടെ പോസിറ്റീവ് മുഴുവനും എർത്തായി പോയി. അപ്പൊ ഈ ബോഡിയിൽ എന്തേ ബാക്കി ഉണ്ടാവുള്ളൂ? നെഗറ്റീവ് മാത്രം. കണ്ടോ? അപ്പോൾ നേരത്തെ ന്യൂട്രൽ ആയിരുന്ന ആ ബോഡി ഇപ്പൊ എന്തായി മാറി? ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയായി മാറി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അത്ര വലിയ പോയിന്റ് ഒന്നുമില്ല. ഞാൻ ഇപ്പൊ ഈ ക്ലാസ്സുകളിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നേരത്തെ നമ്മൾ മെയിൻ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ഒരു ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട ചില പോയിന്റുകളും കൂടെ ഞാനൊന്ന് പറയാം. എക്സാമിന് നിങ്ങൾ അത് മേ ബി വളരെ ഒരു ബാക്കിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രിക്ഷൻ മെത്തേഡും അതിന്റെ പിന്നെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസും ചാർജിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല Q = +or- NE ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ വീണ്ടും ഞാൻ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്കറിയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അതേസമയം ഈ പോയിന്റുകൾ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, കണ്ടക്ഷനിലും ഇൻഡക്ഷനിലും ഉണ്ടാകുന്ന ചാർജിന്റെ നാച്ചുറൽ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ പോസിറ്റീവ് ചാർജ്ഡ് ബോഡി ഉപയോഗിച്ചാണ് ഇൻഡക്ഷൻ നടത്തിയത്. ബട്ട് രണ്ടാമത്തെ ബോഡി നെഗറ്റീവ് ആയിട്ടാണ് മാറിയത്. ഓക്കെ, അതേസമയം കണ്ടക്ഷനിലോ ഓക്കെ, നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയാ? കണ്ടക്ഷനിൽ നമ്മൾ ഉപയോഗിച്ചത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ്. രണ്ടാമത്തെ ബോഡി എന്തായിട്ടാ മാറിയത്? പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് മാറിയത്. ഓക്കെ, അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലാക്കുക കേട്ടോ. ഇത് പോസിറ്റീവ് ഉപയോഗിച്ച് പോസിറ്റീവ് ഉണ്ടാക്കി. അതേസമയം ഇത് പോസിറ്റീവ് ഉപയോഗിച്ച് നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കി. അതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ആവശ്യമുള്ള പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ് ആണ്. ടോട്ടൽ ചാർജിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഇങ്ങനെ എഴുതി പോയിക്കോളൂ കേട്ടോ. ചാർജിന്റെ ഇക്വേഷൻ ആയിരുന്നു Q = +or- NE അല്ലെ? +or- NE. അതിൽ N എന്താ, E എന്താ, ആരാ പറയാ? What is N? What is E? ആരെങ്കിലും ആള് പറയൂ, പെട്ടെന്ന് റെസ്പോൺസ് വരട്ടെ. N-ഉം E-യും എന്തിനെയാണ് കാണിച്ചത്? ആരുമില്ല. Q = +or- NE എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസിന്റെ ഇക്വേഷൻ എഴുതിയപ്പോൾ എന്താണ് N, എന്താണ് E? എന്താരും പറയാതെ? ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തത്. യെസ്, ഇലക്ട്രോണിന്റെ ചാർജ് 1.6 ഇലക്ട്രോണിന്റെ ചാർജ് കറക്റ്റ് ആണ്. അപ്പൊ N എന്ന് പറയുമ്പോൾ ഇത് റബ്ബിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത് പറഞ്ഞത്. സോ വാട്ട് ആർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്? That is represented by N. And E is called basic electric charge, which means charge of one electron, that is 1.6 × 10⁻⁻19 coulomb. Okay, അപ്പൊ അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ദെൻ അതിനുശേഷം എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു ലോ ആണ് കൂളോംസ് ലോ. ഇതൊക്കെ ക്ലാസ്സിൽ എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഒരുപാട് തവണ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. വാട്ട് ഈസ് കൂളോംസ് ലോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്കറിയാം കൂളോംസ് ലോ യൂസ് ചെയ്യുന്നത് ടു ഫൈൻഡ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് ആണ്, അല്ലെ? ടു ഫൈൻഡ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ്. ഓക്കെ, ആ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ? ഏത് ലോ ആണ്? ഈ കൂളോംസ് ലോ എന്നുള്ള പേരെടുത്ത് പറയാതെ വിച്ച് ലോ എക്സ്പ്ലെയിൻസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ്? What are the different factors which affects the force between charges? Explain using a law. ചിലപ്പോൾ ലോയുടെ പേര് പറയില്ല. ആ സിറ്റുവേഷൻ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് തന്നെ ആ ലോയുടെ പേര് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ കൂളോംസ് ലോ എന്താണ് എന്നും അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നും കൂടെ അറിയണം. ചിലപ്പോൾ പേര് വെച്ചിട്ട് തന്നെ എക്സാമിന് ചോദിക്കണം എന്നില്ല. ഓക്കെ, കൂളോംസ് ലോയുടെ ഇക്വേഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എല്ലാവർക്കും അറിയാം. F proportional to Q1 Q2 divided by R². Force between charges is directly proportional to the product of charges and inversely proportional to the square of distance between them. അല്ലെ? സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതേപോലെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. സ്റ്റേറ്റ്മെന്റ് ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പഠിക്കുക. Then ഈ പ്രൊപ്പോർഷനാലിറ്റി ഒഴിവാക്കിയിട്ട് നമുക്ക് ഈക്വൽ ടു എന്ന് കൊണ്ടുവരുമ്പോൾ F is equal to, so we have a constant that is 1/4πε0 into the remaining terms are Q1 Q2 divided by R². അല്ലെ? ഇതായിരുന്നു കൂളോംസ് ലോ.
Epsilon 0, epsilon r എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ അതൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. ഓക്കെ, ദാറ്റ് ഇസ് ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് കുറെ കൂടെ ഒരു പ്രോബ്ലം ലെവലിലേക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു ഫോഴ്സ് ഈസ് എ വെക്റ്റർ. ഫോഴ്സ് ഈസ് എ വെക്റ്റർ. സോ ഇറ്റ് ഹാസ് പെർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പൊ എങ്ങനെയാണ് ഈ ഡയറക്ഷൻ വരുന്നത്? അപ്പൊ ചില സിറ്റുവേഷനിൽ വി നോ ചാർജസ് അട്രാക്ട് ഈച്ച് അതർ, ഇൻ സം അതർ സിറ്റുവേഷൻസ് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. അപ്പൊ ഈ അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ എന്ന് നോക്കി അത് എങ്ങോട്ടാണ് എന്ന് വരച്ച് കാണിക്കുക. ഓക്കെ, അങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഒരു ആരോ മാർക്ക് കൊടുത്ത് ലൈക്ക് എ വെക്റ്റർ വി ക്യാൻ റെപ്രസെന്റ് ദ ഡയറക്ഷൻ. ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ. വളരെ സിമ്പിൾ ഐഡിയ ആണ്. ഇപ്പൊ റിപ്പൽഷൻ പറയുമ്പോൾ ഇഫ് വി ഹാവ് ടു പോസിറ്റീവ് ചാർജസ് എ plus Q1 and plus Q2, both are positive. If both are positive, you know there is a repulsion between them. Okay, Q1 repels Q2, at the same time Q2 repels Q1. There is mutual force ആണ്. ഒരാൾ മാത്രം മറ്റാൾ റിപ്പൽ ചെയ്യലല്ല, രണ്ടു പേരും പരസ്പരം, that is called a mutual force, which means Q1 repels Q2, then Q2 repels Q1 as well. Okay, so ഇതിന്റെ ഡയറക്ഷൻസ് എങ്ങനെ കാണിക്കും? So Q1 Q2 തമ്മിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, we know that is R. So when Q1 repels Q2, that force will be in this direction. Okay, that is a repulsion on Q2 by Q1. ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് തള്ളുന്ന പോലെ, അത്രയേ ഉള്ളൂ. Same time we know there is a repulsion on Q1 by Q2. The charge Q2 repels Q1 towards this direction. ഇങ്ങനെ ആ റിപ്പൽഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും എന്നുള്ളതൊന്ന് ആരോ മാർക്ക് വെച്ച് വരയ്ക്കുക. കാരണം മൾട്ടിപ്പിൾ ചാർജസിന്റെ പ്രോബ്ലം വരുമ്പോൾ ഒരു A+ ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം. അത്തരം പ്രോബ്ലം വരുമ്പോൾ ഈ ഡയറക്ഷൻസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ. ഈ ഡയറക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദിസ് ഈസ് എ കേസ് ഓഫ് റിപ്പൽഷൻ ബിറ്റ്വീൻ ടു ലൈക്ക് ചാർജസ്. ദ സെയിം സിറ്റുവേഷൻ ഹാപ്പൻസ് ഇഫ് ദീസ് ടു ചാർജസ് ആർ ബോത്ത് നെഗറ്റീവ്. We know for both negative charges there is again a repulsion. But in the case of attraction, how can we mark this direction? See, if one charge is positive, see this is plus Q1 and the other one is negative. Suppose next charge is negative Q2. Okay, now what happens? If one is positive and the other is negative, you know there is an attraction between these two charges. Okay, this is again a mutual force, which means Q1 can attract Q2. At the same time, Q2 can attract Q1 also. Appo ee attraction engeya Q1 Q2 inde distance engane kanikka r Q1 angotek attract cheyappedum. So this is the attraction force on Q1, which means Q1 is attracted towards Q2. At the same time, Q2 is attracted towards Q1. So both are attracted towards each other. But in the previous situation, both the charges are repelled away from each other. ഇങ്ങനെ ഈ അട്രാക്ഷനോ റിപ്പൽഷനോ ഒരു ആരോ മാർക്ക് ഇട്ട് കാണിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡയറക്ഷൻ എന്നുള്ള ഒരു ഐഡിയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നോട്ടിൽ എടുത്ത് നോക്കുക. റിവിഷൻ ചെയ്യുന്ന ദിവസം തന്നെ നിങ്ങൾ ഇന്ന് രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതായിരുന്നു കൂളംസ് ലോ. അത്രയും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കൂളംസ് ലോയുടെ ഇക്വേഷൻ, പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, ഡയറക്ഷൻ കാണുന്ന ഐഡിയ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. യെസ്, എനിവൺ? അറിയില്ല. ഓക്കെ ആണോ? യെസ്, ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ച ടോപ്പിക് ആയിരുന്നു ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഫീൽഡ് ഇന്റൻസിറ്റി. വളരെ നന്നായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. വീണ്ടും ഫീൽഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനൊക്കെ കൂട്ടുപിടിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് ചാപ്റ്റർ വേറെ പല ചാപ്റ്റേഴ്സിലേക്ക് പോയപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ വീണ്ടും പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ചാർജ് എന്ന് പറഞ്ഞാൽ ആ ചാർജിന് ചുറ്റും അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. സോ ദാറ്റ് ഇറ്റ് ക്യാൻ അട്രാക്ട് ഓർ റിപ്പൽ സം അതർ ചാർജസ്. സോ ദിസ് എഫക്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അറൌണ്ട് ദാറ്റ് ചാർജ്. ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ 3 ഡയമെൻഷൻ ആയിട്ട് നമ്മളിപ്പോ ഒരു ചാർജ് ഇങ്ങനെ എടുത്താൽ, ഇഫ് യു ഹാവ് എ ചാർജ് Q
We know the attraction or repulsion effect of this charge is spread around that charge three-dimensionally. That three-dimensional area or space is simply known as electric field. So we can mark some space like this, where the effect of this charge can be analyzed or affected. If we place another charge out of this field, if we have another charge, say some Q0, we may call it as a test charge. So we place a test charge outside of this electric field, and there is effect or effect undavilla. In charge like attraction or repulsion or because the correct word and the field in the outside. Okay, magnet will magnet iron attract. So a magnet or iron or another magnetic substance, this magnet can attract that substance only if that substance is in a particular field only. A field in the outside magnet, that magnet can't attract that substance if that substance is placed outside somewhere. Okay, that's magnetic field in the period. That's why a charge in the influence spread or region. Our measurement in the quantity measurement in the electric field intensity. Intensity in the picture in the mind. Again, magnet magnet mind idea. Magnet if we place another substance, something like a iron piece or pin, if we place that substance very near to this magnet, we can feel a sudden attractive force. But if that object is placed somewhat distance, is far away, definitely we know that attraction force will decrease. Okay, about distance, intensity difference. That intensity in the situation of charge, we measure it as in electric field intensity. Okay, electric field intensity. We can take any point at a distance of r from this original charge. Okay, then our field in the intensity measure imagine a positive 1 coulomb charge there. That is called a test charge. Then after that, measure the force between these two. The method on charge field. Our field in the intensity measurement r distance or test charge in place. Okay, test charge. That is called a 1 coulomb charge. It's also positive. Now find the force between them using Coulomb's law. We know that force is F is equal to 1 by 4 pi epsilon 0 into Q1 into Q2. Here in this situation, these charges are Q into 1, which is simply Q by the distance is R. So we have to take the square of that distance. So Q by R square. Ingana force alakum. 1 coulomb vechittu force alakum. Okay. Ingana force alakum. 1 coulomb charge alla. 1 coulomb place it force alakum. That force is known as electric field intensity. So that is termed as E. The notation for electric field intensity. So the equation is 1 by 4 pi epsilon 0 into Q divided by R. So by knowing the charge and the distance from that charge, we can find the strength of electric field at any point. It is very clear the distance is in denominator. So as the distance increases, electric field intensity decreases. Isn't it? Electric field intensity in another. Now, this electric field is a vector. See, this is vector E. So definitely this electric field intensity should have a direction. How we can find this direction? To find the direction of electric field, we have two situations. One in the case of a positive charge and another one is in the case of a negative charge. So if the charge is a positive one, if we have a plus Q charge and we have an electric field around it, a positive charge and electric field around it, take a distance R
at a point, we have a point here. The question is, we know there is an electric field at that point, and by equation we have the measurement as 1 by 4 pi epsilon 0 q by r square. Now our question is, what is the direction? Direction പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ പ്ലസ് ഇവിടെയുള്ള +1 coulomb. We know that test charge that is already placed there, +1 coulomb charge. So here the charge positive q definitely repel this +1 coulomb. അല്ലെ, ഓൾറെഡി ഉള്ള പോസിറ്റീവ് ചാർജ് ആ ടെസ്റ്റ് ചാർജിന് എന്ത് ചെയ്യണം? റിപ്പൽ ചെയ്യണം. So this will be the repulsion direction. Repulsion. Okay, plus q repels +1. There is the direction of force actually. That is the direction of electric field also. So this is the direction of electric field E. Okay. So if we have some other point, we know this is also a point where electric field can be felt. So what is the direction of electric field at that point? Again, we can use the same method. Just imagine a +1 coulomb charge here. Then again, this charge will repel this +1 in this way. Okay, so from this charge, the direction of repulsion will be like this. Okay, ഇനി നമ്മൾ ഇവിടെയാണ് എടുക്കുന്നതെങ്കിലോ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പൊ ഈ +1 coulomb എന്നുള്ളത് നമ്മൾ എപ്പോഴും കാണിക്കണമെന്നില്ല, നമ്മളെ മൈൻഡിൽ ഉണ്ടായാൽ മതി. ഇതൊരു ടെസ്റ്റിംഗ് മെത്തേഡാണ്. ആ +1 coulomb അവിടെ ഇങ്ങനെ എടുത്ത് കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. There is a testing method only. Okay, so if we have another point here, the electric field direction will be like this. So in one single sentence we can say about the direction of electric field due to a positive charge is that direction is radially outwards, isn't it? The direction is radially outwards. So that is a direction of electric field due to a positive charge. For negative charge, നിങ്ങൾക്ക് ഇനി എളുപ്പത്തിൽ പറയാം. If the source charge is a negative charge, so this is -q, charge, negative charge, and take a electric field around this, take a point somewhere here. Now what happens to the test charge which is +1 coulomb? Definitely this negative charge attracts +1 coulomb. That is the direction of force, that is the direction of electric field. So electric field will be like this, E. Okay, ഇവിടെയാണെങ്കിലോ ഇങ്ങനെ ഉണ്ടാവും, ഇവിടെയാണെങ്കിലോ ഇങ്ങനെ ഉണ്ടാവും, ഇവിടെയാണെങ്കിലോ ഇങ്ങനെ ഉണ്ടാവും. So in one single sentence we can say about the direction is due to a negative charge the direction will be radially inwards. Okay, അപ്പൊ ഈ രണ്ട് ഡയറക്ഷന്റെ ഐഡിയ നമുക്ക് വളരെ കൃത്യമായിട്ട് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന ആദ്യത്തെ ഡെറിവേഷൻസ്, ഡൈപോൾ എന്ന് പറയുന്ന ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട ഡെറിവേഷൻസ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ, വലിയ ഡെറിവേഷൻ ആണ്. എക്സാമിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു ഡയറക്ഷൻ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ആ ഡെറിവേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വന്നത് ഇലക്ട്രിക് ഫീൽഡ്, അതിന്റെ ഇക്വേഷൻ, ഡയറക്ഷൻ. പെട്ടെന്ന് പറയാണ്, എല്ലാം ഓർമ്മിപ്പിക്കുകയാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക. Nothing. Okay. നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആയിരുന്നു ഇലക്ട്രിക് ഡൈപോൾ. ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് വരുന്ന മറ്റൊരു സെക്ഷൻ ആണിത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആയിരുന്നു ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, അറേഞ്ച്മെന്റ് ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഒരു ചാർജ് പ്ലസ് ആണെങ്കിൽ അടുത്ത ചാർജ് മൈനസ്. അറ്റ് ദ സെയിം ടൈം ദർ മാഗ്നിറ്റ്യൂഡ്സ് ആർ ഈക്വൽ ആൻഡ് വൺ ഈസ് പോസിറ്റീവ് ആൻഡ് അതർ ഈസ് നെഗറ്റീവ്. പൊളാരിറ്റി ഡിഫറെന്റ് ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. ഒന്ന് +5 ആണെങ്കിൽ അടുത്ത -5, ഒന്ന് +2 ആണെങ്കിൽ അടുത്ത -2, ലൈക്ക് ദാറ്റ്. ദാറ്റ് അറേഞ്ച്മെന്റ് ഈസ് നോൺ ആസ് ഡൈപോൾ. ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. വാട്ട് ഈസ് ഡൈപോൾ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. നെക്സ്റ്റ് ഈസ് ഡൈപോൾ മൊമെന്റ്, product of one of the charge and the distance between them, that is known as dipole moment. Equation പറയുമ്പോൾ P എന്നാണ് നമ്മൾ എഴുതുക. Dipole moment P
is equal to Q into 2A. Dipole moment P is equal to Q into 2A. Charge a distance on the product. Then dipole moment. Vector. This is a vector. We represent as vector P. This direction is from negative to positive. Direction of dipole moment. Negative to positive. Okay. Electric field electric field positive to negative. Okay. Then അടുത്ത സെക്ഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഡെറിവേഷൻ. നിങ്ങളുടെ കയ്യിൽ നോട്ടും കൂടി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നോട്ടും കൂടി ഒന്ന് മറിച്ച് നോക്കണം നിങ്ങളെ പാരലായിട്ട്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ. ഡെറിവേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പറഞ്ഞ് വെറുതെ സമയം പോകലാണ്. അതൊക്കെ എന്താണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അത് നിങ്ങൾ ഒന്നും കൂടി എടുത്ത് വായിച്ച് നോക്കണം, എഴുതി നോക്കണം. 3 മാർക്കിന്റെ 4 മാർക്കിന്റെ വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ഓൺ ആക്സിയൽ ലൈൻ, ഓൺ ഇക്വിറ്റോറിയൽ ലൈൻ. നോട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാം നിങ്ങൾക്ക്. വളരെ വലിയ ഡെറിവേഷൻസ് ആണ്. അവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ, ഡയറക്ഷൻ, ടോട്ടൽ കാണുന്ന വെക്ടർ സം, ഈ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്ത്, അപ്പൊ ഇത്രയും പറഞ്ഞ പോയിന്റുകൾ അറിയുന്നവർക്കേ ആ ഡെറിവേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കണം നല്ലോണം. ഓക്കെ, അങ്ങനെ ആ ഡെറിവേഷൻ മുന്നോട്ട് പോവാണ്. വലിയ ഡെറിവേഷൻ ആണ്. ഫൈനൽ ഇക്വേഷൻ പഠിക്കണം, ഡെറിവേഷൻ പഠിക്കണം. ഞാൻ വീണ്ടും പറയുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ആ ഡെറിവേഷന്റെ ഭാഗത്തേക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം ഒന്ന് ചോദിക്കാം. അല്ലാതെ മുഴുവൻ പറയലല്ല. ഏതെങ്കിലും സ്റ്റെപ്പ് ക്ലിയർ ആയില്ല, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് പെട്ടെന്ന് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ വേഗം വേഗം ചോദിക്കാം. റിവിഷനിൽ നിങ്ങൾ അത്തരം കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ഓൺ ആക്സിയൽ ലൈൻ, ഓൺ ഇക്വിറ്റോറിയൽ ലൈൻ. ആ ഒരു പോയിന്റ് ഒന്ന് മറിച്ച് നോക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ആസ്ക് മീ. ഓക്കെ, ഒന്നുമില്ലാന്ന് വിചാരിക്കുന്നു. രണ്ട് ഡെറിവേഷൻ പഠിച്ചു വെച്ചേക്കണേ. പോയിന്റ്സ് ഒന്ന് എഴുതി വെച്ചേക്കണേ. റെഡി. അതിനുശേഷം നമ്മൾ ഡൈപോളിൽ പഠിച്ച നെക്സ്റ്റ് പോയിന്റ് ആയിരുന്നു ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ. അത് വരുന്നത് ഒരു ഡൈപോളിനെ എക്സ്റ്റേണൽ ഫീൽഡിൽ നിർത്തിയാൽ, ഒരു ഡൈപോളിന് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, വേറൊരു ഇലക്ട്രിക് ഫീൽഡ് ഓൾറെഡി ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഡ്രോ ചെയ്ത് കാണിക്കുക ഇങ്ങനെയാ. ഈ ഡ്രോയിങ് മെത്തേഡ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ in another section we have studied about these lines. They are called electric lines of force, which are used to represent electric field. So this is simply a representation of electric field E, which is uniform because here the lines are represented as parallel and equidistant. So this parallel and equidistant lines represent uniform electric field. Okay, now we have an electric dipole placed inside it. An electric dipole which contains a charge plus Q and minus Q with a separation 2A and angle theta. Derivation ഒന്നും പറയുന്നില്ല, ഞാൻ സിറ്റുവേഷൻ ഓർമ്മപ്പെടുത്ത മാത്രമാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ this positive charge experience a force because charge is already inside the electric field. So due to the presence of electric field, this charge can experience a force which is F is equal to QE. F is equal to QE. And at the same time, this negative charge also experiences a force which is F is equal to QE. But the directions of these forces are in the opposite direction. For positive charge, force will be in the same direction of electric field. We have a force in this direction. But for negative charge, force will be in the opposite direction. Okay, so two forces, one in the same direction of electric field, one in the opposite direction of electric field. These equivalent opposite forces, they are actually called coupled. In mechanics we call it as coupled. Couple is always required to produce torque. Torque means, you know what is torque? Torque is the rotational effect or rotational tendency of a force. Using force we can rotate bodies. Force has different effects on bodies. In one situation, if we apply a force equal and opposite at two other ends of a body, there should be a rotation for that body. That effect is known as torque.
ദെൻ ആ ടോർക്കുമായി ബന്ധപ്പെട്ട ഡെറിവേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഡെറിവേഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകും. ഓക്കെ, ദെൻ അവസാനം ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഇക്വേഷൻ ഇസ് PE sin θ. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. PE sin θ. ഓക്കെ, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് വർക്ക് ഡൺ ടു റൊട്ടേറ്റ് എ ഡൈപോൾ. വർക്ക് ഡൺ റൊട്ടേഷണൽ വർക്ക് വേരിയബിൾ ടോർക്ക് ആയിരുന്നു. ബിക്കോസ് ദ ഇക്വേഷൻ ഫോർ ടോർക്ക് ഈസ് ടോ ഈസ് ഈക്വൽ ടു PE sin θ. പലപ്പോഴും ചോദിച്ചൊരു ക്വസ്റ്റ്യനാ, എപ്പോഴാ ടോർക്ക് മാക്സിമം ആവുകയെന്ന് ഒന്ന് പറയും. ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നൊരു സുഖമില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഈ ടോർക്ക് എപ്പോഴാ മാക്സിമം ആവുക? When theta equal to 90 degree. Very good. When theta equal to 90 degree. ടോർക്ക് എപ്പോഴാ സീറോ ആവുക? Theta is equal to 0. വെരി ഗുഡ്. theta is equal to 0 or 180 ആണെന്ന് പറഞ്ഞാലും മതി, എന്നാലും കുഴപ്പമില്ല. So when theta equal to 0 or 180, we will get a zero torque. When theta equal to 90 degree, torque will have a maximum value, which simply implies torque is variable. അല്ലെ, വേരിയബിൾ ടോർക്കാ, മാറുന്നുണ്ട്. മാക്സിമം, മിനിമം, സീറോ. ഈ വേരിയബിൾ ടോർക്ക് കൊണ്ടുള്ള വർക്ക് അഗൈൻ മെക്കാനിക്സ് ഇന്റഗ്രേഷൻ ഉപയോഗിച്ചാൽ കണ്ടുപിടിക്കുക. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് PE sin θ, PE sin θ d θ, ഇന്റഗ്രൽ ഓഫ് ടോ d θ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് വീണ്ടും ചെറിയ ചെറിയ മാത്സ് ആണ്, ഒരുപാടൊന്നുമില്ല, രണ്ട് ചെറിയ ഡെറിവേഷൻസ് ആണ്. ഈ ടോർക്ക് കാണുന്നതും വർക്ക് ഡൺ കാണുന്നതും ചെറിയ ഡെറിവേഷൻസ് ആണ്. അങ്ങനെ രണ്ട് ഡെറിവേഷൻസ് ഉണ്ട്. അവസാനം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു PE ഇൻറ്റു cos θ1 minus cos θ2, isn't it? PE into cos θ1 minus cos θ2. Equation for work done. Okay, അപ്പൊ അങ്ങനെ രണ്ട് ചെറിയ ഡെറിവേഷൻ. അപ്പൊ ഡൈപോളുമായി കണക്റ്റഡ് ആയിട്ട് 4 ഡെറിവേഷൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ഡെറിവേഷൻസ്. ഓക്കെ, all these derivations are connected to dipole. 2 derivations are for electric field intensity on the axial line, on the equatorial line. And then the third derivation is about torque acting on a dipole, and the fourth one is about work done to rotate a dipole. So these are the 4 derivations connected to dipole. ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, then ഇതായിരുന്നു ഡൈപോളിന്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ പോകുന്നത് വളരെ തിയറി പറയുന്ന കുറെ പോയിന്റുകളാണ്. ഞാൻ ജസ്റ്റ് അതിന്റെ ടോപ്പിക് നെയിം മാത്രം പറയാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ, ഇമാജിനറി ലൈൻസ് ടു റെപ്രസെന്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉള്ള കുറെ ലൈൻസ്, അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ലൈൻസ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? ഒരു 4-5 പ്രോപ്പർട്ടീസ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലും ഒക്കെ ഒന്ന് പറയും, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആരെങ്കിലും ഒക്കെ ഒന്ന് പറയും. Properties of electric lines of force. Lines of force start from a positive charge and end towards negative charge. Correct. Starting പോസിറ്റീവ് ആണ്, എൻഡ് ചെയ്യുന്നത് നെഗറ്റീവിലേക്കാണ്. പിന്നെ എല്ലാരും പറ, എല്ലാരും ആക്റ്റീവ് ആകും. 1-2-3 പേര് മാത്രമേ എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളൂ. പറഞ്ഞോ. Never overlap each other. നെവർ ഓവർലാപ്പ്, നെവർ ഇന്റർസെക്ട്, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? ഒരേ പോയിന്റില് 2 ഡയറക്ഷൻ പോസിബിൾ അല്ലല്ലോ ഇലക്ട്രിക് ഫീൽഡ്. വെരി ഗുഡ്. അതാണ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. ഒരേ പോയിന്റിൽ 2 ഡയറക്ഷൻ പോസിബിൾ അല്ല. സോ ഇറ്റ് ക്യാൻ നെവർ ഇന്റർസെക്ട് ഓർ ഓവർലാപ്പ്. ഓക്കെ, വേറെ പ്രോപ്പർട്ടി അറിയാം? പിന്നെ ടാൻജന്റിൽ കർവ് ആവുമ്പോ ടാൻജന്റ് പോലെ വരയ്ക്കണം എന്ന് പറയില്ലേ ഇലക്ട്രിക് ഫീൽഡ്? അതെ. കർവ് ലൈൻ ആകുമ്പോൾ ടാൻജന്റ് പോലെ വരച്ചാലാണ് ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. ഡയറക്ഷൻ ആണ് അത്, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആണ്, ലൈക്ക് എ ടാൻജന്റ്. കറക്റ്റ് ആണ്. പിന്നെ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ പാരലൽ ലൈൻസ് ആയിരിക്കണം. ക്രൗഡ്നെസ് കൂടുതലാണെങ്കിൽ മോർ ഇന്റൻസിറ്റി ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം. അതിന്റെ തുടർച്ചയാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ടോട്ടാലിറ്റി ഓഫ്
ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എൻ ഏരിയ അല്ലെ? എത്രത്തോളം ഫ്ലക്സ് ലൈൻസ്, ഫീൽഡ് ലൈൻസ് ഒരു പർട്ടിക്കുലർ ഏരിയയിലൂടെ ക്രോസ് ചെയ്ത് കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫ്ലക്സ് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് phi is equal to integral of E dot ds. കൺസെപ്റ്റ് ആണ്. നമ്മൾ വീഡിയോ ക്ലാസ്സിൽ അതിനെ 3D വീഡിയോ വരെ കാണിച്ചിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതേ ഫ്ലക്സിന്റെ കോൺസെപ്റ്റ് മാഗ്നറ്റിസത്തിലും പല സ്ഥലത്തും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു പോയിന്റ് ആണ്. ഇലക്ട്രിസിറ്റിയിലാണെങ്കിലും മാഗ്നറ്റിസത്തിലാണെങ്കിലും എല്ലാം ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അത് ഇനി പറയുന്നത് മാഗ്നറ്റിസത്തിലുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലുണ്ട്, ആൾട്ടർനേറ്റിംഗ് കറണ്ടിലുണ്ട്, ജനറേറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇല്ലാത്തവരൊന്നും എടുത്ത് നോക്കണം. ദെൻ അതിന്റെയും തുടർച്ചയാണ് ആ ചാപ്റ്ററിലെ കൺഫേംഡ് ക്വസ്റ്റ്യൻ ഗോസസ് ലോ. ലോയുടെ സ്റ്റേറ്റ്മെന്റോ പ്രൂഫോ ഒരു അപ്ലിക്കേഷനോ എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി അത് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ, എനിക്കറിയാം. മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞതാണ്. സോ ഗോസസ് ലോ പറയുന്നത് ഒരു ഗോസിയൻ സർഫേസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് അല്ലെ? ചാർജിനെ കവേർഡ് ആയിട്ടുള്ള ഗോസിയൻ സർഫേസ്, അതിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് is equal to 1/epsilon0 times the charge enclosed. That is the definition for Gauss's law. അല്ലെ? Gauss's law സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അതെങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത്? അതിന് പ്രൂഫ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ ഫുൾ മാത്സ് ആണ്. അതിന്റെ പ്രൂഫും 4 applications. We have 4 applications for Gauss's law. ഇലക്ട്രിക് ഫീൽഡ് ഫൈൻഡ് ചെയ്യുന്ന 4 സിറ്റുവേഷൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലൈൻ ഓഫ് ചാർജ്, electric field due to sheet of charge, electric field due to parallel sheets of charge, electric field due to shell. എല്ലാം ഏകദേശം ഒരുപോലെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഡെറിവേഷൻസ് ആണ്. ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് എടുക്കുക, അത് 1/epsilon0 into q ആണ് എന്ന് എഴുതുക. ഇന്റഗ്രൽ ഡി എസ് ആ സർഫേസ് ഏരിയയുടെ ടോട്ടൽ എന്താണെന്ന് നോക്കുക. പിന്നെ ചാർജ് ഡെൻസിറ്റി എന്നുള്ള ടേം അതിന്റെ ഇടയിൽ പഠിക്കാനുണ്ട്. ലാംഡ, സിഗ്മ, റോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വെച്ചിട്ടാണ് ആ ഡെറിവേഷൻസ്. പ്യൂർലി മാത്സ് ആണ്. അല്ല, ഗോസസ് ലോയും ഫ്ലക്സും മാത്രമേ കുറച്ചൊരു കോൺസെപ്റ്റ് പറയാനുള്ളൂ. പിന്നെ അത് മുഴുവനും ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് എങ്ങനെ പോകണം. ആ ആപ്ലിക്കേഷൻ തീരുന്നതോടുകൂടെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോ ഒരു 15 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ വലിയൊരു ചാപ്റ്റർ ജസ്റ്റ് പറഞ്ഞതാണ്. എല്ലാം നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഒരു 2 മിനിറ്റ്സ് നിങ്ങൾക്ക് സമയം തരാം. എന്തെങ്കിലും ഡൗട്ട് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, പ്രോബ്ലം ആണെങ്കിൽ പ്രോബ്ലം ചോദിക്കുക. ഓക്കെ, ഒന്ന് നിങ്ങൾ കയ്യിലുള്ള നോട്ടൊക്കെ ഒന്ന് മറിച്ചു നോക്കുക, ഒന്ന് സ്പീഡായിട്ട്. യെസ്, ഫാസ്റ്റ്. നോക്കുന്നുണ്ടോ? എന്താ സ്ഥിതി? അപ്പൊ വലിയൊരു ചാപ്റ്റർ ആണ്, അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. 5-6 മാർക്കിന് വരെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വലിയ ചാപ്റ്റർ ആണ്. ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്. ഗോസസ് ലോന്റെ അവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ
പ്രൂഫും ആപ്ലിക്കേഷനും ഒക്കെ ആയിട്ട് 4-5 ഡെറിവേഷൻ അവിടെയുണ്ട്. ഡൈപോളുമായി ബന്ധപ്പെട്ട് വേറൊരു 4 ഡെറിവേഷൻ ഉണ്ട്. ആ ചാപ്റ്റർ തന്നെ അറൌണ്ട് 9 ഡെറിവേഷൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഗോസസ് ലോയുടെ ഭാഗം ഉറപ്പാണ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഗോസസ് ലോയിൽ നിന്നും വരും. അതൊന്നും പഠിക്കാത്ത ആരും ഉണ്ടാവരുത് ഫൈനൽ എക്സാമിലേക്ക് പോകുമ്പോൾ. ഗോസസ് ലോയിൽ നിന്ന് പ്രോബ്ലത്തെക്കാളും കൂടുതൽ ഡെറിവേഷൻസ് തന്നെയാണ് ചോദിക്കാറ്. പ്രോബ്ലംസ് കൂടുതലും അതിൽ വരിക കൂളംസ് ലോ ഫോഴ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലം വരും, ടോർക്ക് വെച്ചുള്ള പ്രോബ്ലം വരും. ഇത് രണ്ടാണ് കൂടുതലും പ്രോബ്ലംസ് കാണാറ്. അതേസമയം ഗോസസ് ലോയുടെ ഭാഗത്ത് വരുമ്പോൾ ഡെറിവേഷൻസ് ആണ് ചോദിക്കാറ്. പറയേ എല്ലാവരും എന്താ പറയാ? എന്താ യെസ് ഓർ നോ പറയേ. എന്തെങ്കിലും ഡൗട്ടിനെ പെട്ടെന്ന് ചോദിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. മോർ ഡൗട്ടുകൾ നിങ്ങൾക്ക് വാട്സപ്പിലും എഴുതിയും ചോദിക്കാം കേട്ടോ. നിങ്ങൾ ക്ലാസ്സിൽ ചോദിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരാളുടെ ഡൗട്ട് പറഞ്ഞ് ക്ലിയർ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ബെനിഫിറ്റഡ് ആകുകയും ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എഴുതി ചോദിക്കേണ്ട പോലത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതിയിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. എന്തായാലും 26 വരെയുള്ള സമയം നമുക്ക് പരമാവധി ഫിസിക്സിന് വേണ്ടി മാറ്റിവെച്ച് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം. മോഡൽ എക്സാം എളുപ്പമായിരുന്നു, അതൊരു ഡേഞ്ചർ സിമ്പലാണ്. മോഡൽ എക്സാം എളുപ്പമായതുകൊണ്ട് ഫൈനൽ എക്സാം ഡിഫിക്കൽട്ട് ആകും എന്നൊരു ചൊല്ലുണ്ട് സാധാരണ. ഓക്കെ, പേടിപ്പിക്കാൻ പറയുകയല്ല, സൂക്ഷിക്കാൻ പറയുകയാണ്. ഒന്ന് ശ്രദ്ധിക്കണം നമ്മളൊന്നും കൂടെ. മോഡൽ എക്സാം അങ്ങ് സിമ്പിൾ ആയതുകൊണ്ട് അങ്ങനെ നെവറാക്കിയിട്ട് പോവരുത്. ഓക്കെയാ? ഒന്നുമില്ല ചോദിക്കാൻ? റെഡി? ഇപ്പൊ ചാർജ് ആൻഡ് ഫീൽഡിൽ അത്രയും കാര്യങ്ങൾ: കൂളംസ് ലോ, ഡൈപോള്, ടോർക്ക്, വർക്ക് ഡൺ, ലൈൻസ് ഓഫ് ഫോഴ്സ്, ഫ്ലക്സ്, ഗോസസ് ലോ, അതിന്റെ പ്രൂഫ്, ആപ്ലിക്കേഷൻ. റെഡി? പറയടാ മക്കളെ. ഓക്കെ, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ടോപ്പിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതില് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് എപ്പോഴും സ്കൂൾ എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. പൊട്ടൻഷ്യൽ ചോദിക്കാറുണ്ട്, കുറവാണ്. അതേസമയം എൻട്രൻസ് ലെവലിൽ പോകുമ്പോൾ പൊട്ടൻഷ്യൽ അത്യാവശ്യം നല്ലോണം ക്വസ്റ്റ്യൻ വരാറുണ്ട്. പക്ഷെ സ്കൂൾ എക്സാമിന് ആ ചാപ്റ്ററിൽ നിന്ന് മിക്കവാറും പ്രാവശ്യം നമ്മൾ കണ്ടത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ത്, അതിന്റെ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പാരലൽ ആൻഡ് സീരീസ് കോമ്പിനേഷൻസ്, അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക, എനർജി ഓഫ് കപ്പാസിറ്റർ, കപ്പാസിറ്റർ കോമ്പിനേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഇതാണ് കൂടുതലും സ്കൂൾ എക്സാം ചോദിക്കുക. ഫസ്റ്റ് പാർട്ട് പൊട്ടൻഷ്യൽ ആണ്. പൊട്ടൻഷ്യൽ ആർക്ക് ഓർമ്മയുണ്ട്? എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? ഡെഫിനിഷൻ തന്നെ ഫീൽഡിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ പറയുന്നത്. സോ വി ഹാവ് എ ചാർജ് ക്യൂ ആൻഡ് എ ഫീൽഡ് അറൌണ്ട് ഇറ്റ്. ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. Now, what do you mean by potential at a particular point? If we consider a point somewhere here at a distance of r from this charge, what is the potential here? What is the definition for potential? Now, potential is defined as the work done. It is nothing but a work to bring a unit positive charge from infinity to that final point. Okay. ഇൻഫിനിറ്റിയിൽ നിന്ന്. അപ്പൊ ആദ്യത്തെ പോയിന്റ് അതാണ്. വേർ ഈസ് ദിസ് ഇൻഫിനിറ്റ് പോയിന്റ്? എവിടെയാണത്? ഇൻഫിനിറ്റ് പോയിന്റ് എവിടെയാണ്? പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എവിടെയാണ്? പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി ഈസ് ഔട്ട്സൈഡ് ദ ചേച്ചി ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, സോ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ പോയിന്റ് ഔട്ട്സൈഡ് ദ ഫീൽഡ് എന്ന്. അവിടുന്ന് എവിടുന്നെങ്കിലും ഒരു +1 കൂളംബ് എന്ന് പറയുന്ന നമ്മുടെ പഴയ ടെസ്റ്റ് ചാർജിനെ അവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എത്ര വർക്ക് ചെയ്യണം? വർക്ക്. ഓക്കെ, കഴിഞ്ഞ ചാപ്റ്ററിൽ മുഴുവനും നമ്മൾ ഫോഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഫോഴ്സും ഫോഴ്സിന്റെ തുടർച്ചയായിട്ട് ഇലക്ട്രിക് ഫീൽഡും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫോഴ്സ് തന്നെയാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. ഇവിടെ നമ്മൾ ഫോഴ്സ് എല്ലാം ഇവിടെ നമ്മൾ വർക്കാണ് പഠിക്കുന്നത്. വർക്ക്. ഓക്കെ, വർക്ക് രണ്ട് മെക്കാനിക്കൽ ക്വാണ്ടിറ്റികളാണ്. ഓക്കെ, ഒന്ന് ഇലക്ട്രിസിറ്റി കൊണ്ടുണ്ടാക്കുന്ന ഫോഴ്സ് എന്ത്, ഇപ്പൊ നമ്മൾ പറയുന്ന ഇലക്ട്രിസിറ്റി കൊണ്ടുണ്ടാക്കുന്ന വർക്ക് എന്ത്.
ആ വർക്കിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പേര് വിളിക്കുന്നത്. ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ആ ഡെഫിനിഷനെ ഒരു ഡെറിവേഷൻ ആക്കി മാറ്റിക്കൊണ്ടാണ് ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. വർക്ക് കാണണം, അതിന് ഇന്റഗ്രേഷൻ മെത്തേഡ് വേണം. ഓക്കെ, സോ ഇക്വേഷൻ വേരിയബിൾ വർക്കാണ്. വേരിയബിൾ വർക്ക് ആയതുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് ഒരുപാടൊന്നുമില്ല. ഇന്റഗ്രേഷൻ ഒക്കെ നിങ്ങൾ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ ഡെറിവേഷൻ എടുക്കുന്ന സമയത്ത് സെക്കൻഡ് ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ഒന്നും അറിഞ്ഞുകൂടാ, കാരണം അപ്പോൾ നിങ്ങളൊന്നും ഇന്റഗ്രേഷൻ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ നിങ്ങൾ മാത്സിന്റെ എക്സാം വരെ കഴിഞ്ഞു, ഡിഫറൻഷിയേഷനും ഇന്റഗ്രേഷനും ഒക്കെ നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഇപ്പൊ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഡെറിവേഷൻ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ലിമിറ്റ് കൊടുക്കാനും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വാല്യൂ ഉണ്ടാക്കാനും ഒക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. ഓക്കെ, അപ്പൊ അത് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള സാധനമാണെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. സോ അത് ഡിറൈവ് ചെയ്ത് അവസാനം വരുമ്പോഴേക്കും ഒരു ഇക്വേഷൻ കിട്ടുന്നത് -1/4πε0 Q/R അല്ലെ, പൊട്ടൻഷ്യൽ. നോട്ടൊന്ന് മറിച്ച് നോക്കണേ, ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ നോട്ട് കൂടെ നോക്കി പോണേ, എന്നാലാണ് ഇത് എഫക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, നോട്ടിന്റെ പ്രിന്റൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും, നിങ്ങൾ പലരും എഴുതിയിട്ടുണ്ടാവും. അതിനനുസരിച്ച് നോട്ടൊന്ന് മറിച്ച് പോവാം. ഓക്കെ, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത പഠിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും. പൊട്ടൻഷ്യൽ എനർജി പറയുമ്പോൾ ഒരു ക്യൂവും ഒരു 1 കൂളമ്പും എടുത്ത് ഇത് പറയുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് 2 ചാർജസ് ആണ്, Q1ഉം Q2ഉം. 2 ചാർജസ്, Q1 ആൻഡ് Q2. ഇതേപോലെ തന്നെ +1 കൂളമ്പിനെ ബ്രിങ് ചെയ്യുന്നതിന് പകരം Q2വിനെ ബ്രിങ് ചെയ്തിട്ട് വർക്ക് കണ്ടുപിടിക്കും അല്ലെ, സെയിം മെത്തേഡ്, ചെറിയൊരു ഡിഫറൻസ്. +1 കൂളമ്പാണ് പൊട്ടൻഷ്യലിൽ നമ്മൾ ബ്രിങ് ചെയ്തതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് വരുമ്പോ Q2വിനെയാണ് ബ്രിങ് ചെയ്യേണ്ടത്. ഓക്കെ, Q2വിനെ ബ്രിങ് ചെയ്യാം ഈ പോയിന്റിലേക്ക്. ഇതാണ് നമ്മുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ബാക്കി ഡെറിവേഷൻ ഒക്കെ സെയിം തന്നെ. ഒരു ചാർജിൽ 1 എന്നുള്ളതിന്റെ സ്ഥാനത്ത് Q2 വന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാം സെയിം. ഓക്കെ, അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ഇതിന്റെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു ഐഡിയ. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ ചാർജുകൾ വരുമ്പോൾ എങ്ങനെയാണ് പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും കാണേണ്ടത്. വളരെ സിമ്പിൾ ആണ്, ബിക്കോസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്കാണ്. വർക്ക് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. വർക്ക് എന്താ? വർക്ക് സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. സ്കാലാർ ആയതുകൊണ്ട് തന്നെ കുറെ അധികം പൊട്ടൻഷ്യലുകൾ വന്നാൽ ടോട്ടൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം ഡയറക്ഷൻ നോക്കേണ്ട, ആരോ മാർക്ക് ഇല്ല, ജസ്റ്റ് വാല്യൂ എടുക്കുക, ആഡ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഓക്കെ, അതേസമയം ഇലക്ട്രിക് ഫീൽഡിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരുപാട് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് വരില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. വന്നാൽ ഓക്കെ, നമ്മൾ നോട്ടിൽ ചെയ്തിട്ടുണ്ട്, ഡയറക്ഷനും കൂടി എടുത്ത് വെക്ടർ സം എടുത്തിട്ടേ ഇലക്ട്രിക് ഫീൽഡിലെ കഴിഞ്ഞ ചാപ്റ്ററിലെ ഫീൽഡുമായി ബന്ധപ്പെട്ടോ ഫോഴ്സുമായി ബന്ധപ്പെട്ടോ ഉള്ള പ്രോബ്ലംസ് കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഒരു സിറ്റുവേഷൻ പോലെ വന്നാൽ, 2 ഇലക്ട്രിക് ഫീൽഡ് വന്നു, 3 ഇലക്ട്രിക് ഫീൽഡ് വന്നു, അല്ലെങ്കിൽ 3-4 ഫോഴ്സുകൾ വന്നു, ടോട്ടൽ എത്ര? വെക്ടർ സം യൂസ് ചെയ്യണം കഴിഞ്ഞ ചാപ്റ്ററിൽ. അതേസമയം ഈ ചാപ്റ്ററിലോ കൂടുതൽ പൊട്ടൻഷ്യൽസ് വന്നു, ഒരു 4 പൊട്ടൻഷ്യൽ, 3 പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ 3 പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എത്ര? വളരെ സിമ്പിൾ ആണ്, സ്കാലാർ അഡിഷൻ. അപ്പോൾ എന്നെ കൊണ്ട് മാറി പോകരുത് കേട്ടോ, ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് വരുമ്പോൾ സ്കാലാർ ക്വാണ്ടിറ്റി ആണ് എന്ന മൈൻഡിലെ പ്രോബ്ലംസ് ചെയ്യേണ്ടതുള്ളൂ. അതേസമയം ഫീൽഡും ഫോഴ്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരുമ്പോൾ അത് വെക്റ്റർ ആണ് എന്ന മൈൻഡിൽ വേണം പ്രോബ്ലം ചെയ്യാൻ. ഇതൊരു ബേസ് ആണ്, എൻട്രൻസിനൊക്കെ ആവശ്യമുള്ള ഒരു പോയിന്റ് ആണ്. ആ ഒരു പോയിന്റ് നമ്മുടെ മൈൻഡിൽ ക്ലിയർ അല്ലെങ്കിൽ ഓക്കെ. അപ്പൊ അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി. അവിടെ മറ്റൊരു ചെറിയ ഡെറിവേഷൻ പിന്നെയുള്ളത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ എന്ന് പറയുന്ന ഒരു ഡെറിവേഷൻ ആണ്. വലിയ പോസിബിലിറ്റി ഒന്നുമില്ല എക്സാം നിങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ, വളരെ റയർ ആയിട്ട് മാത്രം ചോദിച്ചൊരു ഡെറിവേഷൻ ആണ്. ബട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡൈപോളിന്റെ പോസിറ്റീവ് ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ കാണും, നെഗറ്റീവ് ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ കാണും, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ പൊട്ടൻഷ്യൽ എടുക്കുന്ന ഒരു മെത്തേഡാണ്. സ്കാലാർ അഡിഷൻ ആണ്. അവിടെ സ്കാലാർ മതി അല്ലേ, സ്കാലാർ മതി, ഡയറക്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അഡിഷൻ ഒക്കെ വേഗം കഴിയും.
ഡയഗ്രാം വരയ്ക്കാൻ ശ്രമിക്കുക. എല്ലാ ഡെറിവേഷനും നമുക്ക് ഡയഗ്രാംസ് ഉണ്ട്, വിട്ടു പോകരുത്. ഏത് ഡെറിവേഷൻ നിങ്ങൾ ചെയ്യുമ്പോഴും വിത്ത് ഡയഗ്രാമേ ഡെറിവേഷൻ ചെയ്യാവൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സെക്ഷൻ ആണ് അതിന്റെ തുടക്കത്തിൽ. അവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള പൊട്ടൻഷ്യലിന്റെ ഭാഗങ്ങളൊന്നും ഒരുപാടൊന്നും ചോദിക്കാറില്ല. ഞാൻ പറഞ്ഞു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതാണ് അവിടെ പലപ്പോഴും ഒരു 1 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് എക്സാമിന് പലപ്പോഴും വന്നത്. അതാണ് നോട്ട് ചെയ്ത് വെക്കുക, ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ആരാ പറയാ എന്താ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസ്? അതിന്റെ പ്രത്യേകത പേര് തന്നെയുണ്ട്, പറഞ്ഞോ. Constant value of potential at all points. യെസ്, ഒരു സർഫേസ് ഉണ്ട്. ആ സർഫേസിലെ ഓൾ പോയിന്റ്സിലും പൊട്ടൻഷ്യൽ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, സെയിം ആയിരിക്കും, ഈക്വൽ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള സർഫേസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസ് എന്ന് പറയുന്നത്. ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസ് പ്രത്യേകത എന്തൊക്കെയാ? എന്താണ് അത്ര സർഫേസിന്റെ പ്രോപ്പർട്ടീസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. ഓക്കെ, വർക്ക് ഡൺ ടു മൂവ് എ ചാർജ്, അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ അതിന്റെ തൊട്ട് മുന്നേ പഠിക്കുന്നുണ്ട്. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ്. ഓക്കെ, അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. വർക്ക് ഡൺ ടു മൂവ് എ ചാർജിന്റെ ഫോർമുല വരുന്നത് W is equal to Q into പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ്. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് W is equal to Q into പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസിൽ 0 ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആകുമ്പോൾ ഈ വർക്കും എന്തായി പോകും? 0 ആയി പോകും എന്നുള്ളതാണ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസിന്റെ മറ്റൊരു പ്രത്യേകത. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നൊരു പോയിന്റ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കെ കേട്ടോ. അതൊരു ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസ്, റൈറ്റ് സം പ്രോപ്പർട്ടീസ് എന്ന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പൊ നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണം. റെഡി? അപ്പൊ അങ്ങനെ ഒരു സെക്ഷൻ ആണ് അതിന്റെ തുടക്കത്തിൽ വരുന്നത്. പൊട്ടൻഷ്യൽ എനർജി, അതിന്റെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, ഒന്നിലധികം പൊട്ടൻഷ്യലും എനർജിയും ഒക്കെ വരുമ്പോൾ ആഡ് ചെയ്യുന്ന സ്കാലാർ എന്ന് പറയുന്ന ഒരു മെത്തേഡ്, ഡൈപോൾ കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ, ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസ്, അതിന്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഒന്ന് നോക്കൂ, ഒന്ന് മറിച്ച് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കൂ. ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് അതാണ്. സാറേ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ഇല്ല, അതിന്റെ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണോ? അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഒരുപാടൊന്നും ചോദിച്ചു കാണാറില്ല. സർ, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് കപ്പാസിറ്ററും എനർജി ഇക്വേഷനും ഒക്കെ പഠിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി വെച്ചാൽ മതി. ആദ്യമേ അത് പഠിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ പഠിക്കണം കേട്ടോ. ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. വേറെ പലതും നമുക്ക് പഠിക്കാനുണ്ട്. അതൊന്നും പഠിക്കാതെ ഇത് പോയി പഠിക്കേണ്ട കാര്യമില്ല. ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് കഴിഞ്ഞതിന് ശേഷം ഇത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കൂ? നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ നിങ്ങളും. ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ദെൻ ആ ചാപ്റ്ററിന്റെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കപ്പാസിറ്റേഴ്സ് ആണ്. അതാണ് കൂടുതൽ എളുപ്പമുള്ള ഭാഗമാണ്. അതോടൊപ്പം എക്സാമിന് എപ്പോഴും ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ സുഖമുള്ള ഒരു ഭാഗമാണത്. കപ്പാസിറ്റർ എന്ത്, കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. ഇപ്പൊ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എനർജി ഓർ ചാർജ് സ്റ്റോറിംഗ് ഡിവൈസ് എന്നാണ് നമ്മൾ പറയുക. വാട്ട് ഇസ് എ കപ്പാസിറ്റർ? ഇറ്റ് ഈസ് എ ഡിവൈസ് ടു സ്റ്റോർ ഇലക്ട്രിക് എനർജി ഓർ ഇലക്ട്രിക്കൽ ചാർജസ്. That is called a capacitor. Capacity, next term is capacity. It is the ability for storing these charges. That ability, it is known as capacitance or capacity. Basic equation for capacitance is, you all know that equation. Capacitance represented as C. The equation is C is equal to Q by V. C equal to Q by V. Charge by potential. Unit is Farad. Okay, then one special type of capacitor. We have different types of capacitors. Spherical capacitors are there, cylindrical capacitors are available, ceramic capacitors are using for very different purposes. And in this
chapter we have to study about one type of capacitor that is called a parallel plate capacitor. As that name indicates, there are two plates or two sheets which are charged equally and oppositely. One plate has a charge of plus Q and the other plate has a equal charge of minus Q. Equal but minus. Okay. So this arrangement is called a parallel plate capacitor. Actually, adinte oru field umai bandhappetta equation. ഇങ്ങനെ രണ്ട് പ്ലേറ്റുകൾ വെച്ച് ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കി ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് കിടക്കുന്നത് കഴിഞ്ഞ ചാപ്റ്ററിലാണ്. എവിടെ? ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ നമ്പർ 3 നമ്മൾ പറയുന്നുണ്ട്. അപ്ലിക്കേഷൻ നമ്പർ 3-ലാണ് നമ്മൾ ഇങ്ങനെ രണ്ട് പ്ലേറ്റ്സ് വെച്ചിട്ട് ഡിഫറെന്റ് റീജിയൻ ഒക്കെ എടുത്ത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. ആ ഒരു ഐഡിയ ആണ് നമ്മൾ കപ്പാസിറ്ററിലേക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Then അവിടെ നമുക്ക് ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ആകെ ഒരു 3-4 സ്റ്റെപ്പേ ഉള്ളൂ. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓർമ്മയുണ്ടോ? കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഈ Q/V എന്നുള്ള ഇക്വേഷനെ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് വരുത്തിയിട്ട് ഇത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? സ്റ്റാർട്ടിംഗ് ഫ്രം ദിസ് ഇക്വേഷൻ C equal to Q/V. Then we have some other equations for Q and V. After substituting these values, we will get another formula for capacitance. Arkariyama equation. Can anyone tell me? Capacitance is equal to, for a parallel plate capacitor, that equation is A epsilon 0 epsilon R by D. A epsilon 0 epsilon R by D. That is the equation for parallel plate capacitor. That equation is actually derived from Q/V. This is the base form. Using this equation, we can make this formula. Okay. A epsilon 0 epsilon R by D. That is parallel plate capacitance. Derivation ko നോക്കുക. ഇപ്പോ തന്നെ നോക്കി വെച്ചോളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും. Okay. Then വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കപ്പാസിറ്ററിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. We have two types of combination. We can combine different number of capacitors in a circuit. That combination method, we have two types of combination. One is called a series combination and the other one is called a parallel combination. So when these capacitors connected either series or in parallel, what is the total capacitance of that circuit? We have some derivations to find that total capacitance. Okay, ആർക്ക് ഓർമ്മയുണ്ട്? ഫസ്റ്റ് നമ്മൾ പറയുന്ന സീരീസ് കോമ്പിനേഷൻ ആണ്. സീരീസ് കോമ്പിനേഷൻ, series combination. For example, we can take 3 capacitors connected one after the other, and these capacitors are named as C1, C2 and C3 connected to a circuit. So if we have a combination like this, individually these values are C1, C2 and C3, but after combining all these 3 together, what will be the total capacitance? How can we find that? Do you know that derivation? DS, tell me. പഠിച്ചിട്ടുണ്ടോ? പറയേ. ഇല്ല, ഉറപ്പായിട്ട് പഠിക്കണേ. ഡെഫിനറ്റ് ക്വസ്റ്റ്യൻ ആണേ. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ഉറപ്പായിട്ടും ചോദിക്കും. രശ്വ പഠിച്ചിട്ടുണ്ടോ? യെസ്, വെരി ഗുഡ്. പഠിക്കണം കേട്ടാ. എന്തായിരുന്നു ഫോർമുല? അതങ്ങനെ ഡിറൈവ് ചെയ്തിട്ട് ചെറിയ സ്റ്റെപ്പേ ഉള്ളൂ, 2-3 സ്റ്റെപ്പേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ ഡെറിവേഷൻസാ. എന്താണ് ഒരു സീരീസ് സർക്യൂട്ടിന്റെ പ്രത്യേകത? സീരീസ് സർക്യൂട്ടിൽ we have a charge Q and the total potential connected is V. What is the behavior of potential and charge in a series connection? In every series connection, maybe in capacitor, resistor, in inductor, in all these combinations, we have a common idea about voltage and charge or current. Can you tell me what is that?
Current is same, voltage is divided. കറണ്ട് സെയിം ആയിരിക്കും. കറണ്ട് അല്ലെങ്കിൽ ചാർജ് എന്ന് പറയാം അല്ലെ. കറണ്ടോ അല്ലെങ്കിൽ ചാർജോ സെയിം ആയിരിക്കും. വോൾട്ടേജ് ഡിഫറന്റ് ഓർ ഡിവൈഡിങ് ആയിരിക്കും. എപ്പോഴും മനസ്സിലുണ്ടാവണം. We can use the same idea in the next chapter, that is in current electricity. We have a similar idea about combination of resistors. We have a similar combination like series combination and parallel combination by using resistors. In that derivation also we are using the same concept of voltage and current, that is in a series connection current or charge will be the same in all these devices, but total voltage is dividing. Okay, അത് വെച്ചിട്ടാണ് നമ്മൾ derivation മുന്നോട്ട് കൊണ്ടുപോകുന്നത്. So finally നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഇതിൽ to find the total capacitance, what is the equation? 1 by C effective is Yes. 1 by C effective is equal to 1 by C. 1 by C1 plus 1 by C2 plus 1 by C3 plus etc. Okay. Now next combination is known as parallel combination. Parallel capacitors are connected side by side. This is one capacitor, this is another, and these capacitors are connected side by side like this, and finally connected to SL or a circuit. This type of combinations are called parallel combination. Capacitors are again individually, this is C1, individually this is C1, this is C2, this is C3. So after combining all these, what is the total capacitance? What is the behavior of charge and voltage in such a combination? Charge divides voltage constant. Yeah, charge divides and voltage constant. Very good. That is the rule. Just a reverse of what we have discussed in series combination. Okay, here voltage will be the same, but charge is dividing. Our rule ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ derivation മുന്നോട്ട് കൊണ്ടുവന്നത്. So using that rule we can find the total capacitance or effective capacitance. What that equation? Tell me that equation finally. C effective is equal to C1 plus C2. Yes. C effective is equal to C1 plus C2 plus C3 plus etc. So it's very important derivations. Equations ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, നല്ല ചാൻസ് ഉണ്ട്. അത് സ്കിപ്പ് ചെയ്ത് കളയരുത്. ഓക്കെ, ദെൻ അതിന്റെ കൂടെ നമുക്ക് വരാവുന്ന മറ്റൊരു പോയിന്റ് ആണ് എനർജി ഓഫ് എ കപ്പാസിറ്റർ. വർക്ക് ഡൺ ടു സ്റ്റോർ ചാർജസ്. ഒരു കപ്പാസിറ്ററിലേക്ക് ചാർജ് സ്റ്റോർ ചെയ്യാൻ എത്ര വർക്ക് ചെയ്യണം, ആ വർക്ക് അതിന്റെ അൾട്ടിമേറ്റ് എനർജി ആയിട്ട് അതിൽ സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ, അഗൈൻ ചെറിയൊരു ഡെറിവേഷൻ ആയിരുന്നു. ഒരു 4-5 സ്റ്റെപ്പ്. വേരിയബിൾ വർക്കാണ്, ഇന്റഗ്രേഷൻ ഉണ്ട്. ഓക്കെ, VDQ എന്ന് പറയുന്ന ഒരു ചെറിയ സ്മോൾ വർക്ക് ഡണ്ണിനെ DW എടുത്തിട്ട് സ്മോൾ വർക്ക് എടുത്തു, ദെൻ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ടോട്ടൽ വർക്കാക്കി അങ്ങനെ പോകുന്നൊരു മെത്തേഡാണ്. ഓക്കെ, ഓർമ്മയുണ്ടോ? പറയൂ, എന്തായിരുന്നു ഫൈനൽ ഇക്വേഷൻ? എനർജി റെപ്രസെന്റഡ് ആസ് U is equal to, നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും half CV square or also equal to Q square by 2C, also equal to half QV. ഓക്കെ, ഏതെങ്കിലും ഒന്നെങ്കിലും പഠിക്കുക. ഇതായിരിക്കും നമുക്ക് ഇതായിരിക്കും കൂടുതൽ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഹാഫ് CV സ്ക്വയർ അത് പഠിച്ചോ. കൂടെ ഡെറിവേഷൻ കൂടെ പഠിക്കണമെന്ന് മാത്രം, ഡെറിവേഷൻ വിട്ടു പോരുത്. ഓക്കെ, വിത്ത് ഡെറിവേഷൻ എനർജി ഓഫ് എ കപ്പാസിറ്റർ. ഓൾറെഡി കപ്പാസിറ്റേഴ്സിന്റെ കോമ്പിനേഷൻ പ്രോബ്ലംസ് വരും. പ്രോബ്ലം വരുമ്പം അതിൽ സീരീസും പാരലലും മിക്സ്ഡ് ആയിട്ടാണ് തരിക. ഓക്കെ, ഓൺലി സീരീസ് എന്ന തരത്തിലായിരിക്കില്ല, ഓൺലി പാരലൽ എന്നായിരിക്കില്ല. നമ്മളങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ റെസിസ്റ്ററിലും കപ്പാസിറ്ററിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ തന്നെ ചെയ്ത ടൈപ്പ് പ്രോബ്ലംസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വെച്ചാൽ
C1, C2, C3, C4, C5. ആര് പറയും? How can we solve this combination? Which capacitors are series here and which of them are parallel? How can we solve? Can we solve all these 5 capacitors in a single situation, single stretch? Can we do like that? Nashwa para idine solve ചെയ്യും. C1 C2 series. Correct. First C1 C2 series എടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ സോൾവ് ചെയ്യും. അതിനെ കൂടെ C3 ആഡ് ചെയ്യാനായിട്ടില്ല. C3 അപ്പൊ സീരീസ് അല്ല, വേറൊരു കണക്ഷൻ അപ്പുറത്താ സീരീസ് C3 കിടക്കുന്നത് അല്ലേ? സോ ടേക്ക് C1 and C2 series in the first step. അതിനെ സോൾവ് ചെയ്യുന്നു, ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കുന്നു. പിന്നെ എന്ത് ചെയ്യും നഷ്വ? അതിനെ C4 ആയിട്ട് പാരലൽ. വെരി ഗുഡ്. അതിന് C4 പാരലൽ എടുക്കും. അപ്പൊ വീണ്ടും അതൊന്ന് സോൾവ് ചെയ്ത് ചെറുതാക്കി കൊണ്ടുവരും. Then after that what we do? എന്താ ചെയ്യാ? എത്ര സോൾവ് ആയി? C1 C2 C4 വരെ സോൾവ് ആയി. ആഫ്റ്റർ ദാറ്റ് പറയൂ, ആരെങ്കിലും പറയൂ. C3 ആയിട്ട് ആഡ് ചെയ്യും. C3 ആയിട്ട് സീരീസ് ഉപയോഗിച്ച് ആഡ് ചെയ്യാൻ മീൻസ് ഡയറക്റ്റ് ചെയ്യലല്ലേ? കാരണം സീരീസിന്റെ ഫോർമുല വരിക 1/C effective equal to 1/C1 plus 1/C2 അത് ഉപയോഗിച്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂ. സീരീസ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യും എന്നാണ് നമ്മുടെ മൈൻഡിൽ വരേണ്ടത്. ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ വാല്യൂ ഇപ്പൊ 5 ഫാരഡ് നിന്നാ +5 എന്ന് ചെയ്യലല്ല. ഈ വാല്യൂവിന്റെ 1/, എടുക്കുക, ഇതിന്റെ 1/, എടുത്തിട്ട് ആഡ് ചെയ്യണം. ബിക്കോസ് ദേ ആർ ഇൻ സീരീസ്. യെസ് മാറിപ്പോരുത്. എന്നിട്ടോ അവസാനോ C5 പാരലൽ ആയിട്ട് C5 പാരലൽ ആയിക്കൊണ്ട് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് ആഡ് ചെയ്യാം, അവിടെ നേരിട്ട് ആഡ് ചെയ്യാം. കാരണം പാരലൽ നമുക്ക് നേരിട്ട് ആഡ് ചെയ്യലാണ് സൊല്യൂഷന്റെ മെത്തേഡ്. ഇങ്ങനെ കോമ്പിനേഷൻസ് മിക്സ്ഡ് ആയിട്ട് സീരീസും പാരലും മിക്സ്ഡ് ആയിട്ട് തരും. അതിൽ ഒറ്റയടിക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിന്റെ സെക്ഷൻ ആക്കി സീരീസ് എവിടാ പാരലൽ എവിടാന്ന് നോക്കി അങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ ഒരുപാട് പോയിന്റുകൾ പിന്നെ കൂടുതലും ആ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും അതിനുശേഷം ക്ലാസ് നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. ബട്ട് അതെല്ലാം എൻട്രൻസ് പോയിന്റുകളാണ്. ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരുപാടൊന്നും നിങ്ങളുടെ സ്കൂൾ എക്സാമുകൾക്കൊന്നും ചോദിക്കാറില്ല. പിന്നെ 2 സ്ഫിയറുകളെ ടച്ച് ചെയ്യുന്നത്, ചാർജ് ഷെയർ ചെയ്യുന്നത്, ചാർജിന്റെ റേഷ്യോ വരുന്നത്, ഒരു സ്ഫിയറിന്റെ ഉള്ളിൽ മറ്റൊരു സ്ഫിയർ ഇടുന്നത് എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഒരുപാട് പോയിന്റുകൾ. നമ്മളൊരു തിയറി ക്ലാസ് പറയുന്നത് വിത്ത് എൻട്രൻസ് സപ്പോർട്ടാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നമ്മൾ കയറ്റി പറഞ്ഞിട്ടുണ്ട്. ബട്ട് അതൊന്നും നിങ്ങളുടെ സ്കൂൾ എക്സാമിനൊന്നും പൊതുവെ ചോദിക്കാറില്ല. ഓക്കെ. അപ്പൊ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ തന്നെയാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ, കോമ്പിനേഷൻ, എനർജി, പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ്സ്, പിന്നെ ആദ്യ ഭാഗത്ത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചോദിക്കുക. നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആവുകയാണ്. ഓക്കെ, ഞാനും സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് നാളെ എടുക്കാം. ഇപ്പൊ അതും കൂടി ഇന്ന് തീരില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു 2 minutes കൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അതർവൈസ് വി വിൽ വൈൻഡ് അപ്പ്. ഒന്ന് മറിച്ച് നോക്കിക്കോളൂ. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യും. ലൈവ് ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടാകുമോ എക്സാം വരെ? ഇനിയിപ്പോ നമുക്ക് 23rd ഇംഗ്ലീഷ് എക്സാം ഇല്ലേ? അതിന്റെ തലേ ദിവസം നമുക്ക് ഒഴിവാക്കാം. കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും. ഇപ്പൊ 20 അല്ലേ അതില്ലേ? 21, 22. 21 നാളെയും കൂടി നമുക്ക് വെച്ചിട്ട് പിന്നെ ഇംഗ്ലീഷ് എക്സാമിന്റെ ദിവസം മുതൽ അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോക്കാം. ഓക്കെ, ഇംഗ്ലീഷ് എക്സാമിന്റെ തലേ ദിവസം ഒഴിവാക്കാം. തലേ ദിവസം പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുണ്ടാവില്ല കുറച്ചെങ്കിലും. അപ്പൊ നിങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻ കൊണ്ടുവരണം. അതെ, അപ്പോഴേ നമുക്ക് ഈ റിവിഷൻ എഫക്റ്റീവ് ആവുള്ളൂ. അതല്ലാതെ ഞാൻ ഈ എടുത്ത് തന്നെ പിന്നെയും പിന്നെ എടുക്കുന്നതിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല.
പകരം നിങ്ങൾ അതിനൊന്ന് വർക്കൗട്ട് ചെയ്ത് കുറെ പ്രോബ്ലം ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൊണ്ടുവരിക. അപ്പൊ അത് എത്രത്തോളം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് നമുക്ക് സോൾവ് ചെയ്ത് പോവാം. ഓക്കെ Okay, sir. വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ 2 ചാപ്റ്റർ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. ഡെറിവേഷൻസ് എല്ലാം ഇന്ന് എഴുതി പഠിക്കണം. റെഡി അല്ലേ? Yes, sir. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ ബൈ. ഞാൻ മെസ്സേജ് അയക്കാം. ബൈ ബൈ. താങ്ക് യു സർ. Thank you, sir.